പി.വി. അൻവറിന്റെ കടന്നാക്രമണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി.വി. അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായെന്നും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നുവെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിയെയും സർക്കാരിനെയും മുന്നണിയെയും അപകീർത്തിപ്പെടുത്തുന്ന പി.വി. അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശദമായി ഇനിയും പറയേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു മിനിറ്റുകൾ മാത്രമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും LDFനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ 24-ലൂടെ മറുപടിയുമായി പി.വി. അൻവറും രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞതിൽ അത്ഭുതമില്ലെന്നും തനിക്ക് വേവലാതി ഇല്ലെന്നും അൻവർ പ്രതികരിച്ചു. മന്ത്രി P.A. മുഹമ്മദ് റിയാസിനെതിരെ ഇന്നലെ ഉന്നയിച്ച വിമർശനങ്ങളും കോടിയേരി ബാലകൃഷ്ണന്റെ വിലാപയാത്ര സംബന്ധിച്ച ആരോപണവും ഇന്നും പി.വി. അൻവർ മയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇനിയും വസ്തുതയുണ്ടാവുന്നത് അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ടാവും. അതല്ല അദ്ദേഹം ഈ പറയുന്ന ADGPയുടെ വാക്ക് കേട്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടാകാം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് വേവലാതിയില്ല. എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. ഇപ്പം നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ഇനി ആക്രമിക്കാനാണ്, അങ്ങനെ കൂട്ടാം, അസുഖം കാരണമാകാം, കാര്യങ്ങൾ കുറച്ചും കൂടി വിശദമായി പഠിക്കണമെന്നുള്ളതിനാകാം. CPIM നിലപാട് വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇന്ന് 2:30 ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പി.വി. അൻവറിന്റെ തട്ടകമായ മലപ്പുറം എടവണ്ണയിൽ ഇന്ന് വൈകിട്ട് CPIM അൻവറിനെതിരെ പ്രകടനം നടത്തുമെന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്.